ബയോപിക് ഓഫ് ബില്യൺ ബോയ്സ് വാഴ. എന്നെ പോലുള്ള ഒരുപാട് വാഴകളുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് ഫേസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ വളരെ നൈസായിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിക്ക് ഈ മൂവി ഇഷ്ടപ്പെട്ടു, നല്ല രീതിക്ക് കണക്ട് ആവാനും പറ്റിയിട്ടുണ്ട്. അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ഇവന്റ്സും സിറ്റുവേഷൻസും ആ ഒരു ഇമോഷൻസും എല്ലാം വളരെ നൈസായിട്ട് തന്നെ സിനിമ കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്, എനിക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. ആൻഡ് ഈ ഒരു മൂവി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ഫൺ പാക്ഡ് ആയിട്ടുള്ള മൂവി, അല്ലെങ്കിൽ സിനിമയുടെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എൻഡ് വരെ മറ്റേ കോമഡി മാത്രമായിട്ട് പിന്നെ ചിരിച്ചു പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് മൂവി അല്ല. നല്ലൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ള സ്റ്റോറി, അതിൽ കോമഡീസും ഇമോഷൻസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഒരുപാട് നല്ല മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് ചിരിക്കാനുള്ള നല്ല നല്ല മൂവ്മെന്റ്സ് ഒക്കെ വന്നായിരുന്നു. ആൻഡ് സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്ന ഈ ഒരു ഫൺ റൈഡിന്റെ കൂടെ തന്നെ ആ ഒരു ഇമോഷൻസ് ബ്ലെൻഡ് ചെയ്തിട്ട്, അതായത് ഈ വാഴകളുടെ ലൈഫിൽ അവർ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരുമ്പോൾ അഫ്കോഴ്സ് ഫാമിലി ഒക്കെ കണക്ട് ആവും. സോ അങ്ങനത്തെ ഒരു ഇമോഷൻസ് ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു എൻറ്റയർ മൂവി വാഴകളായിട്ടുള്ള നമ്മളെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ നല്ല രീതിക്ക് കണക്ട് ആവും. ഈ ഒരു മൂവിയുടെ തീം എന്ന് പറയുന്ന കുറച്ച് വാഴകളായിട്ടുള്ള ബോയ്സ് ഉണ്ട്, അവരുടെ സ്കൂൾ ലൈഫ്, കോളേജ് ലൈഫ്, അല്ലെങ്കിൽ കോളേജിന് ശേഷം അവരുടെ ലൈഫിൽ ഒരു എയിം ഇല്ലാതെ ഇങ്ങനെ തേരാപ്പേര നടക്കുന്നതും അതിലോട്ട് അവരുടെ ഫാമിലി വരുന്നതും കുറച്ച് ഇമോഷൻ കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറൊക്കെ ഇനി എന്താവെന്ന് അറിയാതെ മുന്നോട്ട് പോകുന്ന കുറച്ച് ആൾക്കാരുടെ ലൈഫാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ആൻഡ് നമ്മുടെ ആഷിർ ആൻഡ് ഗാങ് ത്രൂ ഔട്ട് ദ മൂവിയിലൊന്നും അവരില്ല. ഈ ഒരു എൻറ്റയർ മൂവിയിൽ അവർ ആകെ കൂടി വന്നു പോകുന്ന ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ ആണ്. പക്ഷെ വന്നു പോകുന്ന സീക്വൻസ് ഒക്കെ മറ്റുള്ളവരെ ഇങ്ങനെ സൈഡാക്കി ആഷിർ ഇങ്ങനെ സ്കോർ ചെയ്ത് പോകുന്നുണ്ട്, അതൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പുള്ളിക്കാരൻ എങ്ങനെയാണ് കണ്ടത് അതുപോലെ തന്നെയാണ് ആഷിറും ആഷിറിന്റെ ഗാങ്ങും വരുന്നു പൊളിക്കുന്നു പോകുന്നു. അടിപൊളിയായിരുന്നു അവരുടെ ഒരു പ്രസൻസ് എന്നൊക്കെ പറയുന്നത്. ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ലാലേട്ടന്റെയും മമ്മൂക്കയുടെ ഒക്കെ പടം തിയേറ്ററിൽ പോയി കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്റ്റാർഡം ഉള്ള അല്ലെങ്കിൽ ഒരു ഫാൻ ഷോ ഒക്കെ പോയി കാണുമ്പോൾ ആ ഒരു തിയേറ്റർ റെസ്പോൺസും ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതുപോലെയായിരുന്നു ആഷിറിനെ സ്ക്രീനിൽ കാണിച്ചപ്പോൾ. സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. ഫുൾ ക്ലാപ്പും സൗണ്ടും വിസിലും, അതായത് ഒരുപാട് കാലമായിട്ട് മലയാള ഇൻഡസ്ട്രിയിലുള്ള ഒരു വലിയ സ്റ്റാർഡം ഉള്ള അല്ലെങ്കിൽ വലിയ ഫാൻ ബേസ് ഉള്ള ഒരു ആക്ടർ ഒന്ന് എങ്ങനെ ഇരിക്കുമോ അതുപോലെയായിരുന്നു ആഷിർ. ആൻഡ് ഹി ഡിസേർവ്സ് ദാറ്റ്. കാരണം അത്ര അടിപൊളിയാണ് ചെറുക്കൻ, പൊളിയായിരുന്നു. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ആഷിർ പറഞ്ഞ സീക്വൻസ് ഒക്കെ പൊളി സീക്വൻസ് ആണ്. അതിലൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു സീക്വൻസ് ഉണ്ട്, എന്റെ മോനെ സത്യം പറഞ്ഞ ചിരിച്ചും മരിച്ചു കേട്ടോ ആ ഒരു സീക്വൻസ്. അങ്ങനെ ഒരുപാട് നല്ല നല്ല മൂവ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, ഒരുപാട് നല്ല ഇമോഷൻസും ഒരുപാട് നല്ല കോമഡീസ് ഒക്കെ ഉള്ള ഒരു മൂവിയാണ്. ആൻഡ് ഈ ഒരു മൂവിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിലെ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. അതായത് ഈ ഒരു മൂവിയിലെ സ്റ്റോറിയും സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കണക്ട് ആവുന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നല്ല ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. വാഴകളായിട്ട് വരുന്ന ബോയ്സ് അവർ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസും ഇമോഷൻസും അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ അടിപൊളിയായിട്ട് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ആൻഡ് അവരുടെ അച്ഛന്മാരായിട്ട് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്, നമ്മളെ ജഗദീഷ് ചേട്ടൻ, കോട്ടൻ നസീർക്ക, അസീസ് നെടുമങ്ങാട്, നോബി ചേട്ടൻ, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ്. അവരുടെയൊക്കെ പെർഫോമൻസ് ഉണ്ടല്ലോ വേറെ ലെവലായിട്ടുണ്ട്. കാരണം ആ ഒരു പെർഫോമൻസ് കൊണ്ട് മാത്രമാണ് ആ ഒരു ക്യാരക്ടറായിട്ടൊക്കെ നമുക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ബോയ്സിന്റെ കാര്യമായാലും അവരും അടിപൊളിയായിട്ട് തന്നെ എൻറ്റയർ മൂവിയിൽ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു എന്താ പറയുക, പെർഫോമൻസ് വൈസ് ലൈക്ക് നോക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ സിറ്റുവേഷൻസുമായിട്ട് നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളായിട്ടൊക്കെ ഇത് ഭയങ്കര ഇതിൽ കണക്ട് ആയി പോകുന്നത്. ആൻഡ് വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മൂവി എന്ന് പറയുന്ന ഒരു പക്ക തിയേറ്റർ വാച്ച് മൂവിയാണ്. തിയേറ്ററിൽ പോയി ആ ഓഡിയൻസിനോട് വരുന്ന കണ്ട് ക്ലാപ്പ് അടിച്ച് ചിരിച്ച് ഹാപ്പി ആയിട്ട് ഇറങ്ങി വരാനുള്ള സിനിമയാണ്. അല്ലാതെ OTT ഇറങ്ങുന്നവരെ കാത്തിരുന്ന് OTT ഇറങ്ങിയിട്ട് ഈ സിനിമയൊക്കെ കണ്ടിട്ട് ഇതൊക്കെയാണോ സിനിമ, ഇതൊക്കെയാണോ നീ റിവ്യൂ ചെയ്തെന്ന് പറയുന്ന ഒരുപാട് വാഴകളുണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം ഇങ്ങനത്തെ മൂവീസ് ഒക്കെ തിയേറ്ററിൽ പോയി കണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യണം. അല്ലാതെ OTTയിൽ വന്നിട്ട് നിങ്ങൾ അവരുടെ മൊബൈലും ടിവിയിലൊക്കെ കണ്ടിട്ട് ഇതൊന്നും എനിക്ക് വർക്കായില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പം ഗുരുവായൂർ ആയാലും JJ ആയാലും രോമാഞ്ചം വരെ വർക്കാവാത്ത ആൾക്കാരുണ്ട്, ജാനേമൻ വർക്കാവാത്ത ആൾക്കാരുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ആണെങ്കിൽ പോലും കുറച്ച് ക്രിഞ്ചും കുറച്ച് സീക്വൻസ് ഒക്കെ ഷോ ആണെങ്കിൽ പോലും ഞാൻ റിവ്യൂ ചെയ്ത പോലും പറഞ്ഞായിരുന്നു തിയേറ്ററിൽ ആ സാധനം കാണാൻ കൊള്ളായിരുന്നു, OTT വരുന്നപ്പോൾ കയ്യിൽ നിന്ന് പോയി. സോ ഇങ്ങനത്തെ ഒരുപാട് മൂവീസ് ഉണ്ട്, അതൊക്കെ ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ ഐറ്റമാണ്. അതേപോലത്തെ ഒരു മൂവിയാണ് വാഴ എന്ന് പറയുന്നത്. ആ തിയേറ്ററിൽ പോയിരുന്നു മറ്റേ ചിരിച്ച് മറിച്ച് ക്ലാപ്പ് അടിച്ച് അടിപൊളിയായിട്ട് ഇറങ്ങി വരാൻ പറ്റിയ ഒരു മൂവിയാണ്. അല്ലാതെ OTT വന്ന് മറ്റേ മൊബൈലും ടിവിയിലൊക്കെ കണ്ടിട്ട് ഇതൊക്കെ എന്ത് സിനിമയെന്ന് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവി എന്ന് ഞാൻ പറയത്തുള്ളൂ. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒറ്റയ്ക്കായാലും ഒരു കുഴപ്പമില്ല, പോയി കാണാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു നൈസ് മൂവിയാണ്. ആൻഡ് പിന്നീട് ഒരു കാര്യം എനിക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക മലയാള മൂവീസിലും സിനിമ കഴിയുമ്പോൾ സെക്കൻഡ് പാർട്ട്. എന്താണ് ഇത്, ട്രെൻഡാണ് എനിക്ക് അറിയത്തില്ല. കാരണം ഈ മൂവി സെക്കൻഡ് പാർട്ട് ഓഫ്കോഴ്സ് സിനിമ കഴിയുമ്പോൾ അവർ അനൗൺസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് സെക്കൻഡ് പാർട്ട്? ഒരു സിനിമ ഹിറ്റായാൽ തീർന്നു, അവിടെ അടിപൊളി, അത് ഓക്കെ ഫൈൻ. പിന്നെ അതിനെടുത്തിട്ട് അതിന്റെ സെക്കൻഡ് പാർട്ട് ആര് ചോദിച്ചുകൂടാ, ഒരു ആവശ്യമില്ല. ചുമ്മാ ഇപ്പം മലയാളത്തിൽ വരുന്ന മിക്കതിനും ആ ഒരു സെക്കൻഡ് പാർട്ടിന്റെ ലീഡ് ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നുണ്ട്. എന്തിനാണ്? അതിന്റെ ഒരു ആവശ്യമില്ല. ചെയ്ത കുളമായ പിന്നെ ഫസ്റ്റ് പാർട്ടിന്റെ ഒരു വൈബും പോവും, പിന്നെ സെക്കൻഡ് പാർട്ട് പിന്നെ പറയാൻ വേണ്ട. നമ്മൾ ഫസ്റ്റ് പാർട്ടൊക്കെ വല്ല കിടില മൂവി ആയിട്ട് അതിനൊരു സെക്കൻഡ് പാർട്ട് എടുത്ത് പിന്നെ രണ്ടും കൂടി തൊലക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ഇങ്ങനത്തെ ഡയറക്ടേഴ്സിനോട് ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ഇനി സെക്കൻഡ് പാർട്ട് ചെയ്തേ മതിയാവുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ 2 എന്നൊരു മൂവിയുണ്ട്,
ഇന്ത്യൻ എന്ന് പറയുന്ന പഴയ ഒരു മൂവിയുടെ സെക്കൻഡ് പാർട്ടായിട്ട് അതേ ഡയറക്ടറും അതേ ആക്ടറും വന്ന് ചെയ്ത ഒരു മൂവിയാണ്. ഇപ്പോൾ മൂവി നെറ്റ്ഫ്ലിക്സിലുണ്ട്. ഇല്ലെങ്കിൽ ആ ഒരു മൂവിനെ കുറിച്ചുള്ള ചെറിയൊരു റിവ്യൂ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. ആ ഒരു 5 മിനിറ്റ് ഒക്കെ ഉള്ളൂ. അത് കാണാൻ മനസ്സിലിടാന്ന് പറഞ്ഞാൽ നെറ്റ്ഫ്ലിക്സിൽ ഫുൾ മൂവി ഉണ്ട്, കാണാം. അത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം സെക്കൻഡ് പാർട്ട് ചെയ്യണോ വേണ്ടത്. സെക്കൻഡ് പാർട്ടൊക്കെ ചെയ്യണം നല്ലതൊക്കെ തന്നെ കേട്ടോ, ഇല്ല എന്നല്ല. പക്ഷെ നല്ലൊരു സ്റ്റോറി ലൈനും അടിപൊളി ഫസ്റ്റ് പാർട്ടിനെക്കാളും വേറെ ലെവലായിട്ട് പോകുന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇറങ്ങി തിരിക്കുക, അല്ലെങ്കിൽ ഫുൾ കുളമാവും. അതായത് ആ ഒരു ഫസ്റ്റ് പാർട്ടിന് വൈബ് പോലും പോകും. സോ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഒരു അടിപൊളി മൂവിയാണ്. നിങ്ങളുടെ കോളേജ് സ്കൂൾ ലൈഫൊക്കെ മിസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു പഴയ കാലമൊക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റീകളക്ട് ചെയ്യാൻ പറ്റിയ ആ ഒരു മൂമെന്റ്സ് ഒക്കെ ഉള്ള ഒരു മൂവിയാണ്. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.